കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർ നിയമനത്തിൽ മതിയായ യോഗ്യതയുള്ളവരെ പരിഗണിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടിയവർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ ഇടം പിടിക്കുമ്പോൾ ഫോറൻസിക് സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് പുറത്താവുന്നത്. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. വിഭാഗം കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വിഭാഗമാണ്. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ചാർജ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കോടതി അംഗീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ നിർണായകമാണ്. പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയ പിന്തുണ നൽകേണ്ട ചുമതലയാണ് ഫോറൻസിക് ഓഫീസർമാരുടേതെന്ന് പറയാം. അതായത് ഒരു കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക ദൗത്യം നടത്തേണ്ടവരാണ് ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർമാർ. നടത്തിയെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തുക, കൃത്യം നടത്തിയ ആയുധങ്ങളിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക, സൈബർ കുറ്റങ്ങളാണെങ്കിൽ ഹാർഡ് ഡിസ്കുകളുടെയും മറ്റ് സൈബർ സങ്കേതങ്ങളുടെയും പരിശോധന, അങ്ങനെ സങ്കീർണമായ ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ് സയന്റിഫിക് ഓഫീസർമാർ. വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിലുള്ള അവഗാഹം ഈ തൊഴിലിന് നിർബന്ധം. എന്നാൽ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർമാരുടെ തസ്തികയിൽ ജോലി ചെയ്യാൻ PSC നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് പരിശോധിക്കാം. 50% കുറയാതെ മാർക്കോടെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബിരുദാനന്തര ബിരുദം. ഇതേ വിഷയങ്ങളിൽ എംഫിൽ ഉള്ളവർക്ക് മുൻഗണന. ഇത്രയും മതി സംസ്ഥാന പോലീസിലെ സയന്റിഫിക് ഫോറൻസിക് ഓഫീസർ ആകാൻ. വ്യത്യസ്തവും സങ്കീർണവുമായ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവഗാഹം PSC ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇത്തരം യോഗ്യതയുള്ളവരോ ഇത്തരം കോഴ്സുകളോ ഇല്ലാഞ്ഞിട്ടല്ല. വർഷം തോറും ഫോറൻസിക് സയൻസ് കോഴ്സ് പഠിച്ച് നിരവധി പേർ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് PSC ഇത് പരിഗണിക്കുന്നില്ല? ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണെന്ന് PSC പറയുന്നു. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാരും പറയുന്നു. ഓരോ ദിവസവും കുറ്റവാളികൾ ശാസ്ത്രത്തിന്റെ പുതിയ സാധ്യതകൾ തേടുമ്പോൾ അവരെ പിടിച്ചുകെട്ടാൻ, ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും വൈദഗ്ധ്യമുള്ളവരാകണം. അതുറപ്പാക്കേണ്ടത് PSCയും സർക്കാരുമാണ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥികൾ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, വാർത്ത വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു. ഈ മാനദണ്ഡങ്ങൾ വലിയ പ്രശ്നമാകുന്നു. വിദ്യാർത്ഥികൾ മാർച്ചിലേക്ക് കടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? ഇതിലുള്ള ഗുരുതര പിഴവുകൾ, PSC വഴി നടക്കുന്ന ഈ റിക്രൂട്ട്മെന്റിൽ അവരാവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വിദ്യാർത്ഥികൾ ഉന്നയിച്ച് നടത്തുന്ന പ്രതിഷേധത്തിൽ അവരെന്താണ് പറയുന്നത്? വിവരം. ധന്യ, വിശദമായി നമ്മൾ റിപ്പോർട്ടിൽ കണ്ടതാണ് ഈ ഫോറൻസിക് സയൻസും ഈ കേരള പോലീസിലെ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയും നമ്മൾ കണ്ടു. അതിൽ ഈ PSC നോട്ടിഫിക്കേഷനിൽ പറയുന്നത് MSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർക്ക് അതിന് അപ്ലൈ ചെയ്യാം. അതിനു പുറമെ എംഫിൽ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോറൻസിക് സയൻസ് പഠിച്ചിറങ്ങുന്നവർ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആശങ്ക. അത് മാത്രമല്ല, ഈ ക്രൈമുകൾ നടക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ക്രൈമുകൾ കണ്ടെത്തുന്നതിൽ ഈ സയന്റിഫിക് ഓഫീസർമാർക്ക് പങ്കുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഇത്തരത്തിൽ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചിറങ്ങി അതിനുശേഷം അവർക്ക് സാങ്കേതികമായി മാത്രം കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ അവർ ട്രെയിൻ ചെയ്ത് പിന്നീട് അത് ആ ജോലി പഠിച്ചു വരുന്നതിനേക്കാൾ ഫോറൻസിക് സയൻസ് പഠിച്ചവരെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിലായി ഉയർന്നതാണ്. പക്ഷേ ആ ആവശ്യങ്ങളൊക്കെ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ റൂൾസ് ഭേദഗതി ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഒതുങ്ങുന്നു. അവിടെ വെട്ടിലാവുന്നത് ഫോറൻസിക് സയൻസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ്. DGP ഓഫീസിലേക്ക് ഇന്ന് അത്തരം വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം,
എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനൊരു സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? എന്താണ് പ്രധാനമായും നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം? നമസ്കാരം. സത്യം പറഞ്ഞാൽ 2019 നമ്മുടെ DGP ആയ ലോക്നാഥ് ബെഹ്റ സാറ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണുണ്ടായത്. അതായത് നമ്മുടെ ക്രൈം റേറ്റ് കൂടി വരുന്നു, അപ്പം ഈ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളും അങ്ങനെ ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി MSc ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും അതിന് മറുപടിയായിട്ട് അവരൊരു NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ ഒരു കോഴ്സ് തുടങ്ങിക്കോളും, ഞങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ് ഈ കോഴ്സ് തുടങ്ങിയത്. അത് തുടങ്ങിയത് കേരള പോലീസ് അക്കാഡമിയിലും MESലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങും എല്ലാം വിളിച്ച് കുസാറ്റിലും ഈ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇത് 2020 നടന്ന സംഭവമാണ്. ഇത് 2024 ഓൾമോസ്റ്റ് 5 വർഷമായി. ഇപ്പോഴും ഈ MSc ഫോറൻസിക് സയൻസ് സ്റ്റുഡൻസിന് ഫോറൻസിക് ഓഫീസറായിട്ടുള്ള ജോലിക്ക് പരീക്ഷ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി അല്ലെ ബയോളജി പഠിച്ചവർക്ക് PSC എഴുതി പിന്നെ 1 വർഷത്തെ ഫോറൻസിക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ ആ ജോലിക്ക് കയറ്റുന്നത്. അതും സർക്കാരിന് വേറൊരു അധിക ചിലവാണ്. നമ്മളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. 2 വർഷമായിട്ട് നമ്മൾ അത് തന്നെയാണ് പഠിക്കുന്നത്. അതുമല്ല ഈ ബാക്കി സയൻസ് പഠിച്ചവർക്ക് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോറൻസിക് പഠിച്ചവർ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നാരോ ആണ്. ഈ ഒരൊറ്റ പോസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളൂ, നമുക്ക് ജോലിയായിട്ടുള്ളൂ. അത് എഴുതാൻ PSCയിൽ നമ്മളെ മാത്രം എടുക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ആ ഫിസിക്സ്/കെമിസ്ട്രി/ബയോളജി ഇപ്പുറത്തെ സ്ലാഷിലൊരു ഫോറൻസിക് സയൻസ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതിവർ ചെയ്യുന്നില്ല. ഒരുപാട് നാളായിട്ട് മന്ത്രിമാരുടെ പുറകെയും MLA-മാരുടെ പുറകെയും ഈ ഒരു കാര്യം കാരണം ഒരുപാട് പേര് നടന്നിട്ടുണ്ട്. അവർ ആ പരിഗണിക്കാം എന്ന് പറഞ്ഞ് 5 വർഷമായിട്ട് ഇവർ പരിഗണിച്ചുകൊണ്ടിരിക്കുക. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു ടോളറൻസ് ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിതൊരു സമരം ഒരുപാട് രീതിയിൽ നമ്മൾ നിവേദനങ്ങളൊക്കെ കൊടുത്ത് മന്ത്രിമാരുടെ പുറകെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അതാണ് ഞങ്ങൾ അവസാനം ഈ ഒരു സമരം ഇവിടം വരെ എത്താനുള്ളൊരു കാരണമുണ്ട്. ഇപ്പോൾ നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് DGP ഓഫീസിലേക്ക് 4 പേര് പോയിട്ടുണ്ട്. എന്താണ് DGPയെ കണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? DGPയെ കണ്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ DGPയുടെ ശുപാർശ പ്രകാരമാണല്ലോ ഈ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കോഴ്സിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് ബാച്ചുകൾ പഠിച്ചിറങ്ങി കഴിഞ്ഞു. ഒരു 80ഓളം ആൾക്കാർ ഓൾറെഡി പഠിച്ചിറങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മളെ PSCയിലേക്ക് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പറ്റുക നമുക്കൊന്ന് അറിയണമായിരുന്നു. അപ്പോൾ അതിനുകൊണ്ട് DGPയോട് കണ്ട് കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഈ സാധാരണഗതിയിൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ പഠിച്ചിറങ്ങി കേരളത്തിൽ ജോലി കിട്ടാതെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നമുക്ക് നമ്മുടെ ആഗ്രഹം തന്നെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഇവിടെ തന്നെ നിൽക്കുന്നതും അത് നമ്മുടെ ഒരു യൂത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് കേരളത്തിന് പുറത്തോട്ട് പോകുക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് പോകുക നമുക്ക് സാധ്യതകളില്ല, അവർ തരുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റു ഉദ്യോഗാർത്ഥികളോട് മാറി നിൽക്കാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അവരും കൂടി നമ്മളും കോമ്പീറ്റ് ചെയ്തോളാം അവരൊപ്പം. ഒരു സ്ലാഷ് കിട്ടി ഫോറൻസിക് സയൻസ് കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യവും. അപ്പോൾ അതിന് ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞ മാതിരി 5 വർഷത്തോളമായി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്ര പേരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ സ്വപ്നമാണ്. അപ്പം അതിന് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ. ധന്യ, അത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർ പഠിച്ചിറങ്ങിയിട്ടും അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു, സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ പുറത്തേക്ക് പോകുന്നത് ചർച്ച ചെയ്തതാണ്. അവിടെയാണ് ഇങ്ങനൊരു വളരെ ഗൗരവത്തോടെ വളരെ ന്യായമായ ആവശ്യം കൂടിയാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഞാൻ ഐശ്വര്യയിലേക്ക് വരാം. ആർദ്ര ചേരുന്നു, മുൻ ഫോറൻസിക് വിദ്യാർത്ഥിയാണ്. ആർദ്ര, പഠനം പൂർത്തിയായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഓരോ തസ്തികയ്ക്കും വേണ്ട അടിസ്ഥാന യോഗ്യത നോക്കുകയാണ്. സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി, സയന്റിഫിക് ഓഫീസർ ബയോളജി. ഇതിലെല്ലാം കെമിസ്ട്രിയിൽ ആവശ്യപ്പെടുന്നത് 50% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയായിട്ട്. സയന്റിഫിക് ഓഫീസർ ബയോളജിയിൽ, ബോട്ടണി, സുവോളജിയിൽ അടിസ്ഥാന യോഗ്യത, സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ 50%. ഇവിടെയൊന്നും ഫോറൻസിക് സയൻസിനെ കുറിച്ച് പറയുന്നില്ല. വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആർദ്ര ഫോറൻസിക് സയൻസ് പഠിച്ചതുകൊണ്ട് ഫേസ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ജോലിയായിട്ടുണ്ട്. അതെ, ഞാൻ MSc ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിച്ചതെല്ലാം കേരളത്തിന് പുറത്താണ്. പഠിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഈ കേരളത്തിലൊന്ന് ജോലി ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ PSC വിളിച്ച പ്രകാരം ഞങ്ങൾക്ക് അതിന് സാധിക്കില്ല, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെറ്റീഷൻ കൊടുക്കണു, മറ്റേ ഓരോ പേപ്പറും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒന്നും തന്നെ നടക്കുന്നില്ല. ഞാൻ ഇന്റേൺഷിപ്പ് പോലും ചെയ്തത് കേരളത്തിന് പുറത്താണ്. എനിക്ക് അവിടെ പോലും അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം.
അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഈ കേരളത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്കറിയാം, പോലീസ് റിപ്പോർട്ട്സ് വായിക്കാൻ നമുക്കറിയാം. അപ്പൊ ലാബിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യം ഇവിടെ തന്നെ ജോലി ചെയ്യുന്നതാണ്. പുറത്തായാലും ഞാൻ ചെയ്ത സമയത്ത് അവിടെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അവരപ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നാ കേരളത്തിൽ വർക്ക് ചെയ്തൂടെ, എന്തിനാ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതെന്ന് അവര് തന്നെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് കേരളത്തിന്റെ അവസ്ഥ. ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇതിലിപ്പം നമ്മൾ അതിലേക്ക് വരാം. അതായത് വിദേശത്ത് ഇതിനുള്ള സാധ്യതകൾ കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള ഇതിലേക്ക് ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസ് അത് കൃത്യമായി പറയുന്നുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആവശ്യങ്ങൾ, ഈ മാനദണ്ഡത്തിലെ പ്രശ്നങ്ങൾ PSC ആവശ്യപ്പെടുന്ന, ഇല്ലെങ്കിൽ അവർക്ക് ഓരോ തസ്തികയ്ക്കും വേണ്ട അടിസ്ഥാന യോഗ്യതയിലുള്ള പ്രശ്നങ്ങൾ എത്ര കാലം മുമ്പാണ് സംസാരിച്ചിട്ടുള്ളത്, പരാതിയായി നൽകിയിട്ടുള്ളത്? അന്നൊക്കെ എന്ത് നടപടിയെടുത്തു, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റെസ്പോണ്ട് ചെയ്തിരുന്നു? ഞാൻ ആദ്യമായിട്ട് BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിലവിൽ കോഴ്സുകളൊന്നും ഇല്ലായിരുന്നു എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് അപ്ലൈ ചെയ്തത്. ആ സമയത്തെ ഞങ്ങൾ ഇവിടെയുള്ള MLA മാരെയും എല്ലാരെയും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളും പറഞ്ഞ്. പക്ഷെ അവര് അന്ന് നടപടി എടുക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ അതിനൊരു ഡെവലപ്മെന്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഇത്രയും ഇപ്പൊ നേരത്തെ ഞാൻ പറയുന്നത് കേട്ടു കുട്ടി 2020 മുതൽ അവര് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ 5-6 വർഷമായിട്ടും ഇതുവരെ, ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് 2018 മുതലാണ്. അന്ന് മുതലേ കോളേജിൽ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിസ്കഷനിൽ. കോളേജിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ രീതിയിലും ഞങ്ങൾ ഇത് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. അവരെടുക്കും, ഇത് റെഡിയാവുന്നൊക്കെ പറയാനല്ലാതെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇത്രയധികം വിദ്യാർത്ഥികളുടെ ഭാവി എന്ന് പറഞ്ഞാൽ കരിയറാണ് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത്. ഇതല്ലാതെ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ മറ്റെന്ത് ജോലിക്കാണ് ശ്രമിക്കാൻ സാധിക്കുക ഇവർക്ക്? മറ്റെന്ത് ജോലി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അല്ലാതെ പ്രൈവറ്റ് സെക്ടറുകളിലേക്ക് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുണ്ട്, ഒരുപാട് പ്രൈവറ്റ് ഫേംസ്. അവിടെ വർക്ക് ചെയ്യാം. പിന്നെ ഫോറൻസിക് സയൻസ് പഠിച്ചത് കാരണം സൈബർ സെക്ഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കൂടുതലും ബിടെക് കഴിഞ്ഞ ആൾക്കാർക്കാണ് അവിടെ പ്രയോറിറ്റി ഉള്ളത്. ഞങ്ങളും സൈബറും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഞങ്ങൾക്ക് മാത്രമായിട്ട് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഫോറൻസിക് സയൻസ് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നമുക്ക് വർക്ക് ചെയ്യാം. ശരി, നന്ദി ആർദ്ര ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഐശ്വര്യ വീണ്ടും ചേരുന്നുണ്ട്. ഐശ്വര്യ, ഈ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നേരത്തെ ആ കുട്ടികൾ പറയുന്നത് പോലെ അവരുടെ കരിയറാണ്, അവർക്ക് ജോലിയില്ല, PSCയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല, ഇത്രയധികം പരാതിപ്പെട്ടിട്ടും. ഇനി ഏതു തരത്തിലാണ് ഇപ്പം DGPയെ കാണാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതിലൊരു മാറ്റം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഈ വിജ്ഞാപനത്തിൽ ഒരു മാറ്റം വരുത്തും എന്നുള്ളൊരു പ്രതീക്ഷ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ടോ? ധന്യ, അതായത് എൻ്റെ ഒപ്പമുള്ള ഈ വിദ്യാർത്ഥികൾ DGPയെ കാണാൻ പോയിട്ടുണ്ട്. ഇതല്ലാതെ ഈ ഫോറൻസിക് സയൻസ് പഠിച്ചിറങ്ങിയ, ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി ഈ ഇത്തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ, അതായത് PSC ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള തസ്തിക വിളിച്ചത്, അവിടെ ഇങ്ങനെ ഒരു പാളിച്ച പറ്റി, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവർ കൃത്യമായി ഈ PSC പറയുന്നത് സർക്കാരാണ് ഇതിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത്. സർക്കാരായാലും PSC ആയാലും വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാകുന്നത്. ഫോറൻസിക് സയൻസ് പഠിച്ചതുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് ക്രൈമുകൾ പല തരത്തിൽ നടക്കുന്നു, പല രീതിയിൽ നടക്കുന്നു, കുറ്റവാളികൾ ആ രീതിയിൽ പുരോഗമിക്കുന്നു. അവിടെയൊക്കെ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്നത് സയന്റിഫിക് ഓഫീസർമാരാണ്, ഫോറൻസിക് ലാബുകളാണ്. അവിടെ കൃത്യമായ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ജോലിക്കെടുക്കണം എന്നുള്ളത് ന്യായമായ ആവശ്യമാണ്. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾ അത് പ്രതീക്ഷിച്ചാണ് ഫോറൻസിക് സയൻസ് പോലൊരു സബ്ജക്റ്റ് എടുക്കുകയും അതിൽ കൃത്യമായി പഠനം നടത്തുകയും ബിരുദാനന്തര ബിരുദത്തിന് ചേരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു പരിഗണനയും നൽകാതെ മറ്റുള്ള സബ്ജക്റ്റുകളെ മാത്രം പരിഗണിക്കുന്നതിനോടാണ് ഇവരുടെ എതിർപ്പ്. ഈ ബില്ലിലുള്ള അപാകത, അതായത് സർക്കാരിൻ്റെ റൂള് അമെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അത്തരത്തിലുള്ള നീക്കമുണ്ട്, അതിൽ പാളിച്ചകളുണ്ട് എന്ന് മുൻ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പാളിച്ചകൾ, എങ്ങനെ അത് തിരുത്താനാകുമെന്നൊക്കെ കാണിച്ചുകൊണ്ട് സർക്കാരിന് കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഈ വിദ്യാർത്ഥികൾ
തിരുവനന്തപുരത്തുകാരല്ല, ഇവർ തൃശ്ശൂരിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് DGP ഓഫീസിലേക്ക്, തലസ്ഥാനത്തെത്തി DGP ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഈ കുട്ടികൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. കാരണം നമ്മൾ നിയമസഭയ്ക്ക് അകത്തും ഒക്കെ നമ്മൾ പലതവണ കേട്ടതാണ്, ഈ കുട്ടികൾ, വിദ്യാർത്ഥികൾ പഠിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നു, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു, അതിനെ തടയണമെന്ന്. എന്തുകൊണ്ടാണ് ഇവർ പോകുന്നതെന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. കാരണം അവർ ഒരു പഠിച്ച വിഷയത്തിൽ ഒരു ജോലി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് ഏറെ പരിതാപകരമാണ്. എന്തായാലും ഇനി DGPയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് നടന്നില്ലെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഒരു അനിശ്ചിതകാല സമരത്തിന് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം കുറേ നാളായി ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് ശരിക്കും. ഇതുപോലെ ശരിയാകാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളും നമ്മൾ ക്ഷമിച്ചിരുന്നു. പക്ഷേ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വരുമെന്ന് നമുക്കൊരു വാക്ക് തന്നിരുന്നു. അപ്പോഴും വന്നു 28 പോസ്റ്റുകൾക്കുള്ള ഇത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. പക്ഷെ അതിലാരും നമ്മുടെ ഈ ഒരു കോഴ്സ് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഇത് ആഡ് ചെയ്യുന്നവരെ ഞങ്ങൾ സമരത്തിൽ പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അതാണ് തന്നെ, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. അനിശ്ചിതകാല സമരത്തിലേക്ക് DGPയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും നീക്കം ഉണ്ടായില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ തള്ളിവിടുകയാണ്. ഫോറൻസിക് സയൻസ് പോലൊരു സബ്ജക്ട് പഠിച്ചിട്ട് ഈ രീതിയിൽ DGP ഓഫീസിന് മുന്നിൽ വന്ന് സമരം ചെയ്യുകയും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലോ കോളേജിന് മുന്നിലോ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കല്ല ഈ വിദ്യാർത്ഥികളെ തള്ളിവിടേണ്ടതെന്ന് PSCയെയും സർക്കാരിനെയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കേരളത്തിലെ കോടതിയിൽ വരുന്ന കേസുകളുടെ ഫോറൻസിക് തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്ന ഏജൻസി ഈ പറയുന്ന കേരള പോലീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയാണ്. അപ്പം ഫോറൻസിക് ലബോറട്ടറികളിൽ വരുന്ന ഒഴിവുകളിൽ പൊതുനിയമനം നടത്തുന്നത് കേരള PSC വഴി സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയിലാണ്. ഈ ഫോറൻസിക് ലബോറട്ടറികളിൽ നിലവിൽ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു വിഭാഗമാണ്. ഈ PSC വഴി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് വിഭാഗത്തിലേക്ക് ഇപ്പോഴും എടുക്കുന്നത് ഈ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവരെയാണ്. അപ്പം ഇവർക്ക് കൃത്യമായിട്ടുള്ള യാതൊരുവിധ കമ്പ്യൂട്ടർ സാങ്കേതിക ബിരുദമോ സൈബർ ഫോറൻസിക് പരിജ്ഞാനമോ ഇല്ലാത്ത ആളുകളെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ് ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഇത്ര കാലമായിട്ട് ഇവരിത് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതിലൊരു മാറ്റം വരുത്താൻ സർക്കാരിന് താല്പര്യമില്ലാത്തത്? തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഫയലുകൾ, പേപ്പർ വർക്കുകൾ, അങ്ങനെ ആ മറുപടി തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇതുമായി ബന്ധപ്പെട്ട് PSCയെ സമീപിക്കുമ്പോൾ സർക്കാരാണ് തിരുത്തേണ്ടതെന്ന് PSC പറയുന്നു. തിരിച്ച് അല്ലെങ്കിൽ PSCയും സർക്കാരും പരസ്പരം പഴിചാരി വിദ്യാർത്ഥികളുടെ ഭാവി വെള്ളത്തിലാകുമ്പോൾ നമ്മൾ തിരുത്തേണ്ടത് കൃത്യം പറഞ്ഞാൽ ഈ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ഈ റൂൾ അമെൻഡ് ചെയ്യുമെന്ന് പറയുന്നത് എത്രയും വേഗത്തിൽ നടപ്പാക്കുകയാണ് വേണ്ടത്. അത് ഈ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ അവർ പഠിച്ചിറങ്ങിയാൽ അവർക്ക് സ്വന്തം നാട്ടിൽ കേരളത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് വേണ്ടത്. ഈ പറഞ്ഞതുപോലെ MSc ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചവരെ ജോലിക്കെടുത്തതിന് ശേഷം അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം ഫോറൻസിക് സയൻസിൽ തന്നെ ട്രെയിൻഡായി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുക എന്നുള്ള ഇത് സ്വാഭാവികമായിട്ടും ഒരു ക്രൈം നടക്കുമ്പോൾ ഇല്ലെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനത്തെ വരെ ചോദ്യം ചെയ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒരു അടിയന്തര ആവശ്യമായിട്ട് ഇത് മാറുകയല്ലേ? ഇത്രയധികം ഗൗരവമായ വസ്തുതകൾ ഉള്ളപ്പോൾ പോലും ഇതിനെ ശ്രദ്ധിക്കാതിരിക്കുന്നത് അത് സർക്കാരിന് പോലും വലിയ തരത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കാൻ വരെ കാരണമാവുന്ന കേസല്ലേ? തീർച്ചയായും തന്നെ ഈ കേസുകൾ അല്ലെങ്കിൽ ഒരു ക്രൈം തെളിയിക്കപ്പെടുമ്പോൾ അത് കോടതിയിലെത്തി അത് പ്രതി ചെയ്തത് കുറ്റമാണെന്ന് തെളിയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതിൽ ഫോറൻസിക്കാർക്ക് അല്ലെങ്കിൽ ഈ സയന്റിഫിക് ഓഫീസർമാർക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു തസ്തികയിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ അതിൽ കൃത്യമായി അവഗാഹമുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പഠിച്ചിറങ്ങി അത് കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ളവരെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ ഇത്രയും വൈകുന്നതെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തായാലും ഇപ്പോൾ DGPയെ കാണുമ്പോഴും അതിനുശേഷം സർക്കാരിന് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അയച്ച ഒരു കത്തും ഒപ്പം ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഒക്കെ അടങ്ങിയ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഈ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കേണ്ടത് പ്രത്യേകിച്ച് ഇത്തരം ഒരു വിഷയത്തിൽ ഫോറൻസിക് സയൻസ് പോലൊരു വിഷയം പഠിച്ചിട്ടും തങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള, അതായത് നേരത്തെ ധന്യ സൂചിപ്പിച്ച പോലെ ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈമിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫോറൻസിക്
ഫോറൻസിക് സയൻസ് എന്നുള്ള വിഷയം അതില്ല. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അതിൽ എംഫിൽ ഉണ്ടെങ്കിൽ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്, അതുണ്ടെങ്കിൽ മുൻഗണന. അല്ലാതെ ഫോറൻസിക് സയൻസ് പഠിച്ച കുട്ടികൾ പടിക്ക് പുറത്ത് നിൽക്കേണ്ട ഒരു ഗതികേട് അവർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് DGP ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള മാർച്ചുമായി വിദ്യാർത്ഥികൾ എത്തിയത്. എന്തായാലും ഈ സൂചനാ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. നന്ദി ഐശ്വര്യ. ഇടവേള.